ഇല്ല. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഹാർട്ട് സർജറി നടത്തും മെഡിക്കൽ കോളേജുകളിൽ. ഹാർട്ട് സർജറിക്ക് എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യണവർക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ട് അവരത് നിർത്തിവെച്ചു. ഹാർട്ട് സർജറി നിർത്തിവെച്ചപ്പോൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് സപ്ലൈ ചെയ്യണ കമ്പനികൾക്ക് പൈസ കൊടുക്കാനുണ്ട്. അവരപ്പോൾ പ്രോപ്പർ സപ്ലൈ ഇല്ല, മെഡിസിൻസ് ഇല്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ സർജറി ചെയ്യാൻ പോകണമെങ്കിൽ നൂലും സൂചിയും കത്രിയും മേടിച്ചുകൊണ്ട് പോകണം, കോട്ടൺ കൂടി മേടിച്ചുകൊണ്ട് പോകണം. അപ്പം നമ്മളൊരു നല്ല നിലയിലുണ്ടായിരുന്ന ഒരു സിസ്റ്റത്തെ ഈ ഇക്കണോമിക് ഇതിൻ്റെ ക്രൈസിസ് കൊണ്ട്, ഫിസിക്കൽ ക്രൈസിസ് കൊണ്ട് എങ്ങോട്ട് താഴേക്ക് എത്തിച്ചു. അതുകൊണ്ടാണ് ഈ ഹെൽത്ത് കെയറിലും പ്രശ്നമുണ്ടായെന്നാണ് പറയുന്നത്. കേരള പ്രശ്നം ഉണ്ടായത്. 2, ഇപ്പം ഇന്ത്യയിൽ നമ്പർ 1 കേരളം. ഏതിനാണെന്നറിയോ? ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമാണ്. ഇൻഫ്ലേഷൻ ആ റേറ്റ് ഇതിന്റെ നമ്പർ കഴിഞ്ഞ 9 മാസമായിട്ട് നമ്പർ 1 ആണ്. അപ്പോ ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമ്പർ 1 എന്ന് പറഞ്ഞാൽ പോലെ, അതായത് നമ്മൾ